ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ റോക്കറ്റ് സയൻസോ ഒന്നുമല്ല. ഇന്ന് അതേ 100 ഷെയറും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ആ 9,500 rupees is today worth 17 crore, 17 കോടി രൂപയായിട്ട് വളർന്നിട്ടുണ്ട്. ഈസ് ഇറ്റ് ലീഗൽ? അത് ബ്ലാക്ക് മണി ആണോ? ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ അടുക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ 1947 എവിടെയായിരുന്നു അവിടെ തന്നെ എന്ന് പാകിസ്ഥാൻ നിൽക്കുന്നത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ലക്ഷ്യം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാവും. നമുക്കൊരു ഇൻകം കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിലവാക്കും, പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. ഇന്ന് MRFൻ്റെ ഒരു ഷെയറിൻ്റെ വില ഏകദേശം 1.25 ലക്ഷം രൂപ, വെറും ഒരു ഷെയറിൻ്റെ വില. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ രംഗത്ത് വളരെ എക്സ്പെർട്ടായിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ നമ്മോടൊപ്പമുണ്ട്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ശ്രീപ്രിയ. സർ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഇത് എന്തോ ഭയങ്കരമായ ഒരു കാര്യമാണ്, ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ പൈസയും കാര്യമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ എന്നാണ്. അപ്പോൾ സാധാരണക്കാർ ചോദിക്കും ഇത് നമുക്കുള്ള കാര്യമല്ല എന്നാണ് വിചാരിക്കുന്നത്. അത് എത്രത്തോളം ശരിയായിരിക്കും? ശ്രീപ്രിയ, ഏത് വർക്ക് ചെയ്യുന്ന ഒരു അഡൽട്ടും ഷെയർ മാർക്കറ്റിനെ നിഷേധിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. മാർക്കറ്റിൽ നമുക്ക് നേരിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഷെയർ മാർക്കറ്റിൽ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. ബട്ട് നമുക്കിപ്പോൾ മെഡിക്കൽ രംഗത്താണെങ്കിലും ലോ മേഖലയിലാണെങ്കിലും ഒക്കെ ആർക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാം, അതിനെക്കുറിച്ച് നോളജ് നേടാം. ആ ഒരു പ്രൊഫഷനിൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ സാധിക്കും. സോ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ റോക്കറ്റ് സയൻസോ ഒന്നുമല്ല. എങ്കിലും നമുക്കൊരു അല്പം നോളജ് അത്യാവശ്യമായിരിക്കും മാർക്കറ്റിൽ നമുക്ക് സക്സീഡ് ചെയ്യണമെങ്കിൽ. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ആ ബ്രോക്കേഴ്സിൻ്റെ റോൾ എന്താ അവിടെ? ഷെയർ മാർക്കറ്റിൽ ഇന്ത്യ നോക്കുമ്പോൾ നമുക്ക് 2 മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസാണ് ഉള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് നേരിട്ട് എക്സ്ചേഞ്ചായിട്ട് ഒരു ബന്ധവും കണക്ഷനോ ഇല്ല. അപ്പോൾ ഷെയർ ബ്രോക്കർ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒരു ഇൻവെസ്റ്ററും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ആ ഷെയർ ബ്രോക്കറിൻ്റെ പ്രധാന ഒരു ജോലി എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇതിൻ്റെ ഒരു KYC ചെയ്യും, നോ യുവർ കസ്റ്റമർ. അതായത് മാർക്കറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഈസ് ഇറ്റ് ലീഗൽ? അത് ബ്ലാക്ക് മണി ആണോ? ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി, അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ ഇതിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻഡ് ആരുടെ കയ്യിലോട്ടാണ് പോകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ ലഭിക്കാനായിട്ടാണ് ഒരു മെയിൻ റോൾ ഷെയർ ബ്രോക്കറിൻ്റേത്. രണ്ടാമത്തെ ഒരു ഷെയർ ബ്രോക്കറിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് നാച്ചുറലി ഈസ് നമ്മളിപ്പോൾ ഷെയർ വാങ്ങിക്കാനും വിൽക്കാനും നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതായത് നമ്മൾ എങ്ങനെ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യും. സോ നാച്ചുറലി ഷെയർ ബ്രോക്കേഴ്സ് ആയിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജി നമുക്ക് നൽകുന്നത് ഇറ്റ് ഈസ് ദ ഷെയർ ബ്രോക്കർ. പിന്നെ അത് കൂടാതെ ദിസ് ഇസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് എ ഷെയർ ബ്രോക്കർ. ഇത് കൂടാതെ ഷെയർ ബ്രോക്കേഴ്സ് പലരും വേറെ പല സർവീസസ് ഓഫർ ചെയ്യാറുണ്ട്. നമുക്ക് ഏത് ഷെയർ വാങ്ങണോ, ഏത് ഷെയർ വിൽക്കണം, അതിനുള്ള അഡ്വൈസ് തരുന്ന ഷെയർ ബ്രോക്കേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഷെയർ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ സമയമില്ല, അതല്ലെങ്കിൽ അതിനൊരു എക്സ്പെർട്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഷെയർ ബ്രോക്കേഴ്സിന് പല ഷെയർ ബ്രോക്കേഴ്സും ഇന്ന് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് നൽകാറുണ്ട്. സോ ഒരു ഷെയർ ബ്രോക്കർ എന്ന് പറയുമ്പോൾ ബേസിക് ഫങ്ഷൻ ഉണ്ട്, വാല്യൂ ആഡഡ് ഫങ്ഷൻസും ബ്രോക്കേഴ്സ് നൽകാറുണ്ട്. സർ, അപ്പം നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള ഷെയർ ബ്രോക്കറെ എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും?
സോ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1000 അധികം ഷെയർ ബ്രോക്കേഴ്സ് ഇന്ത്യയിലുണ്ടാവും. ഒത്തിരി ഷെയർ ബ്രോക്കേഴ്സ് വളരെ വലിയ കമ്പനീസ് ആയിരിക്കും, ചില ഷെയർ ബ്രോക്കേഴ്സ് അത്ര വലുതായിരിക്കത്തില്ല. ആൻഡ് നമുക്ക് ഏറ്റവും എളുപ്പം ഒരു നല്ല ഷെയർ ബ്രോക്കറെ ചൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സർക്കിളിൽ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്ന ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവരോട് നമുക്ക് റെക്കമെൻഡേഷൻ ചോദിക്കാം. അവർ കംഫർട്ടബിൾ ആണോ, അവർ ഹാപ്പി ആണോ, അവർ നൽകുന്ന സർവീസസ് ഗുണമുള്ളതാണോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം. രണ്ടാമത്തെ, ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാലും ഈ ഷെയർ ബ്രോക്കേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് ലഭ്യമായിരിക്കും. ആ ഷെയർ ബ്രോക്കേഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് സെബി അതല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തെങ്കിലും പീനൽ ആക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും സ്ഥിരീകരിക്കണം. ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈ ഷെയർ ബ്രോക്കറിൻ്റെ സർവീസസുമായിട്ട് വളരെ ഹാപ്പിയാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ കമ്പനികൾ ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഇപ്പോൾ ഇന്ത്യ ഒരു പ്രോഗ്രസിങ് അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 70 വർഷത്തിനിടെ നമുക്ക് അറിയാം 1947 2 രാജ്യങ്ങൾക്ക് ഒരേ ദിവസം സ്വാതന്ത്ര്യം നേടി, പാകിസ്ഥാൻ, ഇന്ത്യ. ഇന്ന് നമുക്ക് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ 1947 എവിടെയായിരുന്നു അവിടെ തന്നെ എന്ന് പാകിസ്ഥാൻ നിൽക്കുന്നത്. ബട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും 5 മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഇക്കോണമീസിൽ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അടുത്ത 5-6 വർഷത്തിനിടെ ഇന്ത്യ ലോകത്തുള്ള ഏറ്റവും 3 വലിയ രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറും: ചൈന, USA ആൻഡ് ദെൻ ഇന്ത്യ. സോ ഇത് എങ്ങനെ സാധിച്ചു? ഇന്ത്യ വീണ്ടും വളരണമെങ്കിൽ എന്താ വേണ്ടത്? സോ നമുക്ക് വേണ്ടത് ഇസ് നാച്ചുറലി വ്യവസായം, ഇൻഡസ്ട്രി, പ്രോഗ്രസ്. അപ്പോൾ അതിന് വേണമെങ്കിൽ വാട്ട് വി നീഡ് ഇസ് ക്യാപിറ്റൽ. സോ നമുക്ക് എവിടുന്ന് ക്യാപിറ്റൽ ലഭ്യമാകും? അതായത് എനിക്കിപ്പോൾ ഒരു പുതിയ ബിസിനസ് ഐഡിയ ഉണ്ട്, എനിക്കൊരു ഫാക്ടറി തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒത്തിരി കേൾക്കുന്ന ഒരു വാക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ എനിക്ക് വേണ്ടത് ക്യാപിറ്റൽ. അപ്പോൾ എനിക്ക് ഐഡിയ ഉണ്ട്, പക്ഷേ ക്യാപിറ്റൽ, പണമില്ല. ഒത്തിരി പേരുടെ കയ്യിൽ എന്താ ഉള്ളത്? പണമുണ്ട്, പക്ഷെ അവർക്ക് ഐഡിയ ഇല്ല. അപ്പോൾ ഈ പണം ഉള്ളവരും ഈ ഐഡിയ ഉള്ളവരെയും കൂടെ എങ്ങനെ നമുക്ക് ഒന്നിക്കാൻ സാധിക്കും? അതാണ് ഷെയർ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റ്സിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ ഇസ് ദാറ്റ് ദേ ഫെസിലിറ്റേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അമേരിക്കയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അമേരിക്ക ഇസ് ദ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി ഇൻ ദ വേൾഡ്. ഫേസ്ബുക്ക്, ആമസോൺ, മെറ്റ, ടെസ്ല, NVIDIA മുതലായ ലോകത്തുള്ള ഏറ്റവും വലിയ കമ്പനികളൊക്കെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്ക ആയിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് അമേരിക്കയിൽ ക്യാപിറ്റൽ ഫോർമേഷൻ, ക്യാപിറ്റൽ സമാഹരിക്കാൻ വളരെ വളരെ ഈസിയാണ്. സോ കഴിഞ്ഞ 10-15 വർഷത്തിനിടെ ഇന്ത്യയിൽ ഒത്തിരി നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും ഇന്ന് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അതിനുവേണ്ടിയുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വളരെ വളരെ ഈസി ആയിക്കൊണ്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഷെയർ എടുക്കാൻ പറ്റുന്ന കമ്പനി ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിലുള്ള ലിസ്റ്റഡ് കമ്പനികളെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ കേരളത്തിലുള്ള ലിസ്റ്റഡ് കമ്പനിയിൽ ഒരുവിധം ഏറ്റവും പഴയൊരു കമ്പനി എസ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, ട്രാവൻകോ, FACT. സോ FACTയുടെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള ആയുർവേദ ഫാർമസി ഷെയർസ് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർസ്, ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള കല്യാൺ ജുവലേഴ്സിൻ്റെ ഷെയർസ് ഉണ്ട്. മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, വി ഗാർഡ്, വണ്ടർല, ഒത്തിരി കമ്പനികളുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ വേറെ പല സംസ്ഥാനങ്ങളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കേരളത്തിലുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ വളരെ മോശമാണെന്നേ നമുക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. ആ ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ നടന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ ഇന്ന് കാണുന്ന ബ്രെയിൻ ഡ്രെയിൻ അത് റിവേഴ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നല്ല ടാലൻറ്റ് നമ്മുടെ സംസ്ഥാനം വീണ്ടും വളരണം, വികസിക്കണമെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ നിർബന്ധമായിട്ട് കേരളത്തിൽ നടക്കണം.
MRF-ൽ നമ്മൾ ഷെയർ എടുക്കുമ്പോൾ അതിന് വലിയ എമൗണ്ടിലുള്ളൊരു ഷെയർ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കറക്റ്റാണോ അത്? തീർച്ചയായിട്ടും MRF ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ടയർ മാനുഫാക്ചറിങ് കമ്പനിയാണ് MRF. ആൻഡ് MRFിൻ്റെ കഴിഞ്ഞ ഒരു 10, 25, 30 കൊല്ലത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയർ പ്രൈസസ് ഓൾമോസ്റ്റ് എവറി ഇയർ വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ. ഇന്ന് MRFിൻ്റെ ഒരു ഷെയറിൻ്റെ വില ഏകദേശം 1.25 ലക്ഷം രൂപയാണ്, ഒരു ഷെയറിൻ്റെ വില. സാർ, ഇപ്പോൾ ഈ MRFിൻ്റെ ഇത്രയും വലിയൊരു ഷെയർ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുമോ? ശ്രീപ്രിയ, നമ്മൾ എത്ര നല്ലൊരു കമ്പനി ആണെങ്കിലും ആരാണെങ്കിലും, അത് മുകേഷ് അംബാനി ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ശ്രീപ്രിയ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ പണവും കൂടെ ഒരു കമ്പനിയുടെ ഷെയർസിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 കോഴിമുട്ട നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കോഴിമുട്ടയും കൂടെ ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചിട്ട് ആ കൊട്ട നമ്മുടെ കയ്യിൽ നിന്ന് താഴോട്ട് പോയാൽ എല്ലാ മുട്ടയും പൊട്ടിപ്പോവും. അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർസ് മാത്രം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സപ്പോസ് ആ കമ്പനിയുടെ ഫാക്ടറിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതല്ലെങ്കിൽ ആ കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ടൊരു ലീഗൽ പ്രോബ്ലം വന്നു, നാച്ചുറലി നമ്മുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ഒരു നല്ലൊരു എക്സാമ്പിൾ അടുത്ത കാലത്ത് നിന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്നൊരു കമ്പനി ഉണ്ട്. സോ ആ ഒരു കമ്പനിക്ക് എഗൻസ്റ്റ് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് നടന്നു എന്നൊരു വാർത്ത പുറത്തോട്ട് വന്നിട്ടുണ്ട്. ആ കമ്പനിയുടെ ഷെയർസ് കണ്ടവാനം ഇടിഞ്ഞു പോയി. സോ നമ്മുടെ പണം മുഴുവൻ അത്തരം ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് നഷ്ടം വുഡ് ഹാവ് ബീൻ വെരി വെരി ബിഗ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഫുൾ പൈസ എടുത്തിട്ട് ഒരിക്കലും ഒരു സിംഗിൾ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഇപ്പോൾ MRFിൻ്റെ ഒരു കമ്പനിയുടെ ഷെയർ ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 1.25 ലക്ഷം രൂപയാണ്. സോ നമ്മുടെ കൈവശം 1.25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളെങ്കിൽ നമ്മൾ ഒരിക്കലും MRFിൻ്റെ ഷെയർസ് വാങ്ങാൻ ശ്രമിക്കരുത്. MRFിൻ്റെ ഷെയർ വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വില ചുരുങ്ങിയത് 1 കോടി രൂപയെങ്കിലും ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വരുമാനം കുറഞ്ഞ ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഷെയറുകളെ കുറിച്ച് അറിയാൻ പറ്റുന്നത് എവിടെ നമുക്കറിയാൻ പറ്റും? ശ്രീപ്രിയ, വരുമാനം കുറഞ്ഞ ഒരു വ്യക്തി ഒരു കുറഞ്ഞ വാല്യൂ ഉള്ള ഒരു ഷെയർ വാങ്ങണം എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. MRF ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ. ആൻഡ് എൻ്റെ അടുക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവേണ്ട ഒരു ഷെയറാണ് MRF. അപ്പോൾ MRFിൻ്റെ ഷെയർസ് ഒരു സ്മോൾ ഇൻവെസ്റ്റർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർസ് നേരിട്ട് വാങ്ങിക്കുന്നതിന് പകരം ദ ഈസിയസ്റ്റ് ആൻഡ് ദ കറക്റ്റ് മെത്തേഡ് ഇസ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു ചെറിയ ഇൻവെസ്റ്റർ ആണെങ്കിൽ. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? തീർച്ചയായിട്ടും. സോ സപ്പോസ് ശ്രീപ്രിയ ഒരു കാർ വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കുക. ശ്രീപ്രിയയ്ക്ക് കാർ ഓടിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്ങനെ കാറിൽ സവാരി ചെയ്യാൻ പറ്റും? ഒന്നിൽ ശ്രീപ്രിയ ഒരു ഡ്രൈവിംഗ് സ്കൂളിലോട്ട് ചെല്ലണം. യു ഹാവ് ടു ലേൺ ഡ്രൈവിംഗ്, കാർ ഓടിക്കാം. പക്ഷെ അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ഹയർ എ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർക്ക് നമുക്ക് പറയാം, എനിക്ക് ട്രിവാൻഡ്രം പോകണം, തൃശ്ശൂർ പോകണം, ഓഫീസിലോട്ട് പോകണം. ഡ്രൈവറെ നമ്മുടെ സ്വന്തം കാറിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടെത്തിക്കും. നൗ ആസ് എൻ ഇൻവെസ്റ്റർ, ചെറിയ ഇൻവെസ്റ്റർ ആയിക്കോട്ടെ വലിയ ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ലക്ഷ്യം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാവണം. അപ്പോൾ എന്തൊക്കെ ആയിരിക്കാം ഫൈനാൻഷ്യൽ ഗോൾസ്? എനിക്കൊരു വീട് വാങ്ങണം, എനിക്കൊരു ഇൻ്റർനാഷണൽ ഹോളിഡേക്ക് പോകണം, എൻ്റെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി പണം വേണം, എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി പണം വേണം, അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയും എമൗണ്ട് വേണം. ദീസ് ആർ ഓൾ ഫൈനാൻഷ്യൽ ഗോൾസ്. അപ്പോൾ ഈ ഓരോ ഗോൾ എത്താൻ വേണ്ടിയായിട്ടുള്ള ഒരു വെഹിക്കിൾ ഇസ് മ്യൂച്വൽ ഫണ്ട്, അല്ലെങ്കിൽ ഈവൻ ഡയറക്റ്റ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു ദ ഷെയർ മാർക്കറ്റ്. സോ പല ഇൻവെസ്റ്റേഴ്സിനും ഇങ്ങനത്തെ ഒരു ഗോൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നഷ്ടം വരുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിനെ നമുക്കൊരു കാർ ഡ്രൈവറായിട്ട് നമുക്ക് കരുതാം. അപ്പം നമുക്ക് ചെറിയ പണമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളെങ്കിൽ എല്ലാ മാസവും നമുക്കൊരു ചെറിയ എമൗണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് കൊടുക്കാം. ഒരു നല്ല ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫൈനാൻഷ്യൽ അഡ്വൈസറെ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് അഡ്വൈസ് തരും. അങ്ങനെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഫൈനാൻഷ്യൽ ഗോളിലോട്ട് എത്താൻ സാധിക്കും.
അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു വലിയ ദേഴ്സ് എ മ്യൂച്വൽ ഫണ്ട് മാനേജർ. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനി നമ്മുടെ എടുക്കുന്ന മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒത്തിരി ലക്ഷം ജനങ്ങളിൽ നിന്ന് പണം സംഭരിക്കുന്നത്. ആ പണം സംഭരിച്ചതിന് ശേഷം ദേഴ്സ് എ മ്യൂച്വൽ ഫണ്ട് മാനേജർ. ആ മ്യൂച്വൽ ഫണ്ട് മാനേജർ ആയിരിക്കും ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല കമ്പനികളുടെ ഷെയർസ് ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫണ്ട് മാനേജർ MRFൻ്റെ ഷെയർസ് കറക്റ്റ് വാല്യുവേഷൻ ആണെന്ന് പുള്ളിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും MRFൻ്റെ ഷെയർസ് വാങ്ങിയിരിക്കും. SIP എന്ന് പറയുന്നത് എന്താ? SIPയുടെ ഫുൾ ഫോം ഇസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സോ നമ്മൾ എന്താ സാധാരണ മിസ്റ്റേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് യൂഷ്വലി ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ് ഒത്തിരി കയറിയിരിക്കുന്ന സമയത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇൻവെസ്റ്റിംഗ് ജീവിതത്തിലോട്ട് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു. സോ ലോകത്തുള്ള ഏറ്റവും സക്സസ്ഫുൾ ഇൻവെസ്റ്റർ വാറൻ ബഫറ്റ്, പുള്ളി നമുക്കൊരു അഡ്വൈസ് നൽകുന്നുണ്ട്. പുള്ളി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ഏൺ ആൻ ഇൻകം, അതായത് നമുക്കൊരു ഇൻകം ഏൺ ചെയ്യുന്നു, ശമ്പളം കിട്ടുന്ന സമയത്ത് യു ഫസ്റ്റ് ഇൻവെസ്റ്റ്, അതായത് ആദ്യം നമുക്ക് കിട്ടുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുക ആൻഡ് സ്പെൻഡ് വാട്ട് ഇസ് ലെഫ്റ്റ്. അതായത് ചെലവ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കൊരു ഇൻകം കിട്ടിയതിന് ശേഷം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്പെൻസിന് വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മൾ സാധാരണക്കാരെന്താ ചെയ്യുന്നത്? നമുക്കൊരു ഇൻകം കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിലവാക്കും, പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. അപ്പം നമ്മൾ SIPയിലോട്ട് ചേരുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാങ്കിലോട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, എനിക്ക് ഇത്രയും രൂപ ശമ്പളം വരുന്നു, ഓട്ടോമാറ്റിക്കലി ഇത്രയും രൂപ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും നമ്മൾ മ്യൂച്വൽ ഫണ്ട് കമ്പനി വഴി ഇൻവെസ്റ്റ് ചെയ്യും. സർ, ഈ SWP എന്ന് പറയുന്നത് എന്താ? SWP SIPയോടൊപ്പം നമുക്ക് ഒന്നിച്ച് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് SWP. SWP സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റമാറ്റിക് വിത്ത്ഡ്രോവൽ പ്ലാൻ. സോ SIP നമ്മൾ എപ്പോഴാണ് അതിൽ ചേരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത്, അതായത് 22, 23 വയസ്സിലോ 25 വയസ്സിലോ നമ്മൾ ജോലിക്ക് കയറുന്ന സമയം മുതൽ നമ്മളൊരു 55, 58, 60 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവരെ നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഇസ് SIP. സോ മാസം മാസം നമ്മൾ ഡിസിപ്ലിനോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മാസം മാസം ശമ്പളമില്ല. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ ആ സമയത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം, എൻ്റെ മന്ത്ലി എക്സ്പെൻസിന് വേണ്ടി എനിക്ക് 20,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ വേണം. സോ ആ ഒരു തുകയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ട്സ് ലിക്വിഡേറ്റ് ചെയ്യുക, ആ പണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ മാസം മാസം നമുക്ക് ആ പണം മ്യൂച്വൽ ഫണ്ട് കമ്പനി അയച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സാധാരണക്കാർ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? ഏത് വ്യക്തിയും ഒരു ഫൈനാൻഷ്യൽ പ്ലാനറെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വെന്യൂസിലോട്ടായിരിക്കും നമ്മൾ ബേസിക്കലി കൺസിഡർ ചെയ്യേണ്ടത്. സോ ആദ്യത്തെ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2020 നമുക്കറിയാം കോവിഡ് വന്നു. കോവിഡ് വന്ന സമയത്ത് നമുക്ക് ശമ്പളമില്ല, അല്ലെങ്കിൽ ജോലി പോകുന്നു, സാലറി കട്ട്. സോ നമ്മൾ എങ്ങനെ ആ എമർജൻസി ഫേസ് ചെയ്യും? അപ്പോൾ ആ എമർജൻസിക്ക് വേണ്ടി തീർച്ചയായിട്ടും എല്ലാവരും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം ഇസ് സേഫ്റ്റി. ബട്ട് ബാങ്ക് ഡെപ്പോസിറ്റ്സിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം സേവ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാപിറ്റൽ ഒരിക്കലും വളരാൻ പോകുന്നില്ല. ബാങ്ക് നമുക്ക് നൽകാൻ പോകുന്ന പലിശ, ഇന്നത്തെ ഇപ്പോൾ പലിശ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന FDയിൽ 6 മുതൽ 7% ഇൻട്രസ്റ്റേ കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ ഒരു മേഖല ഇസ് ഡെഫിനറ്റ്ലി ഗോൾഡ്. ബട്ട് സ്വർണ്ണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേക്കും സാധാരണ നമ്മൾ കാണുന്നത് എല്ലാവരും ആഭരണങ്ങളാണ് വാങ്ങിക്കുന്നത്, ഗോൾഡ് ജ്വല്ലറി. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഗോൾഡ് ജ്വല്ലറി ഇസ് നോട്ട് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ നമ്മൾക്ക് ഡേ ടു ഡേ യൂസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ജ്വല്ലറി വാങ്ങുക. ബട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എൻ ഐഡിൽ അസെറ്റ്. സോ ഇന്ന് വളരെ എളുപ്പത്തിന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് ഇസ് ഗോൾഡ്. സോ എല്ലാ ഇൻവെസ്റ്റേഴ്സും പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇറ്റ് ഇസ് ത്രൂ ഗോൾഡ്, ഇലക്ട്രോണിക് ഗോൾഡ്.
മൂന്നാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് നാച്ചുറലി റിയൽ എസ്റ്റേറ്റ്. സോ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നതും ഡ്രീം ചെയ്യുന്നതും സ്വപ്നം കാണുന്നതും ഒക്കെ ഒരു ബിഗ് അസറ്റ് ഇസ് നാച്ചുറലി റിയൽ എസ്റ്റേറ്റ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വന്തം വീട്ടിൽ താമസിക്കുക. ഇറ്റ്സ് എ ഗുഡ് ഗോൾ ടു ഹാവ്. ആൻഡ് നാച്ചുറലി നാലാമത്തെ ഒരു മെത്തേഡ് ഇസ് നാച്ചുറലി ഐദർ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ദ ഷെയർ മാർക്കറ്റ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം ഈ ഗോൾഡിനെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ കേൾക്കുന്ന ഈ ഗോൾഡ് എന്ന് പറയുന്നത് അതെന്താണ്? ഈ ഗോൾഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗോൾഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫിസിക്കൽ ഗോൾഡായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ ഗോൾഡ് ജ്വല്ലറിയെ കുറിച്ച് പറഞ്ഞു. ഗോൾഡ് ജ്വല്ലറി, ഗോൾഡ് ബിസ്ക്കറ്റ്, ഗോൾഡ് ബാർ മുതലായ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അതിൻ്റെ ലോക്കറിൽ കൊണ്ട് വെക്കണം. സോ ലോക്കർ ചാർജസ് വരും. രണ്ടാമത്തെ നമുക്ക് വരാൻ പോകുന്ന പ്രോബ്ലം ഇസ് ഏത് അസറ്റ് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് സ്വർണ്ണമാകട്ടെ, വെള്ളിയാവട്ടെ, ഷെയർ മാർക്കറ്റ് ആവട്ടെ, അതിനൊരു സൈക്കിളുണ്ട്. സോ ചില സമയത്ത് അതിൻ്റെ വില കയറിപ്പോകും, ചില സമയത്ത് വില താഴോട്ട് വരും. കഴിഞ്ഞ 18 മാസത്തിനിടെ നമ്മൾ സ്വർണത്തിൻ്റെ വില ഏകദേശം 30-35% വർദ്ധിക്കുന്ന കണ്ടിരിക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് താമസിക്കാതെ സ്വർണത്തിൻ്റെ വിലയിൽ ഒരു ഇടിവ് വരും. സോ അങ്ങനെ ഒരു ഇടിവ് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് നമ്മുടെ കൈവശമുള്ള സ്വർണം വിൽക്കാൻ പ്രിപ്പയർഡ് ആയിരിക്കും? വെരി ഫ്യൂ. കാര്യം നമ്മൾ സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ അതിനോട് നമുക്കൊരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. യൂഷ്വലി അതാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിലെ ഷെയർസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ സെൻറ്റിമെൻ്റ് ഒന്നും തന്നെ ഇല്ല. സോ സെയിം വേ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ഷെയർ ബ്രോക്കറിൻ്റെ അടുക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ETF എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. സോ ഗോൾഡ് ETF വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും ഈ സ്വർണം വരാൻ പോകുന്നത് ഇൻ ഇലക്ട്രോണിക് ഫോമാറ്റ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് ETF വാങ്ങുമ്പോഴേക്കും നമുക്ക് ബാങ്ക് ലോക്കറിൻ്റെ ആവശ്യമില്ല. ആ സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തത്, അതിൽ നമുക്ക് ഒരു സെൻറ്റിമെൻറ്റും ഇല്ല. സോ സ്വർണത്തിൻ്റെ വില ഇടിയാൻ പോകുന്നു എന്ന് നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അത് വിൽക്കാൻ സാധിക്കും. ഈ ഗോൾഡ് എടുക്കാൻ നമുക്ക് മിനിമം എത്ര എമൗണ്ട് വേണ്ടി വരും? ഇന്ത്യയിൽ നമുക്ക് ഒരു വളരെ ലിക്വിഡായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇസ് കോൾഡ് ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ഒരു ETF ഉണ്ട്. ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് ഏത് ബാങ്ക് എടുത്താലും അവർക്ക് ഗോൾഡ് ETFൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് ബീസിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില ഏകദേശം ഒരു 60 രൂപയ്ക്കോ 50 മുതൽ 60 രൂപയ്ക്കോ അടുത്ത ഒരു യൂണിറ്റിൻ്റെ വില. സോ അത്രയും ചുരുങ്ങിയ വില ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കും. ഇത് നമുക്ക് ബാങ്ക് ത്രൂ എടുക്കാൻ പറ്റുമോ? ബാങ്കിൽ കൂടെ അല്ല നമ്മൾ ഈ ഗോൾഡ് ബീസ് അല്ലെങ്കിൽ ഗോൾഡ് ETF വാങ്ങുന്നത്. നമുക്ക് ഗോൾഡ് ETF വാങ്ങണമെങ്കിൽ നമുക്ക് ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിൽ കൂടെയാണോ ഷെയർസ് വാങ്ങുന്നത് ത്രൂ ദ സെയിം അക്കൗണ്ട് വി ക്യാൻ ബൈ ഗോൾഡ് ETF. സർ, ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശ്രീപ്രേ ക്രിക്കറ്റ് കാണാറുണ്ടോ? ഇല്ല. ക്രിക്കറ്റ് പ്രേമിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റിലെ 3 ഫോമാറ്റാണ് ഉള്ളത്. T20 ക്രിക്കറ്റ് ഉണ്ട്, 1 ഡേ ക്രിക്കറ്റ് ഉണ്ട്, ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റ് ഉണ്ട്. സോ ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം ടെസ്റ്റ് മാച്ച്. T20 എന്ന് പറയുമ്പോൾ ഒരു ടീമിന് 20 ഓവർ മാത്രമേ കളിക്കത്തുള്ളൂ. ആൻഡ് 1 ഡേ നാച്ചുറലി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം. നൗ ഈ 3 മാച്ച് സ്റ്റൈൽസിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T20 ഒരു കളിക്കാൻ ഒരു ബാറ്റ്സ്മാൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഹിറ്റ് ഔട്ട് ഓർ ഗെറ്റ് ഔട്ട്. അതായത് അടിക്കാൻ നോക്കുക, അടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഔട്ടായിട്ട് പുറത്തോട്ട് പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്റ് ചെയ്യാൻ വരുന്ന വ്യക്തി ഒത്തിരി റിസ്ക് എടുക്കുന്നുണ്ട്. ടെസ്റ്റ് മാച്ചിൽ നേരെ മറിച്ച് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പിച്ച് സ്റ്റഡി ചെയ്യാം, കണ്ടീഷൻസ് സ്റ്റഡി ചെയ്യാം, ഓപ്പോസിങ് ടീമിനെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു ബാറ്റ്സ്മാന് ഒത്തിരി സമയമുണ്ട് അത് സ്റ്റഡി ചെയ്ത് ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യാനായിട്ട്. ഷെയർ മാർക്കറ്റിലും അതേ ഒരു സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. സോ ഷെയർ മാർക്കറ്റിൽ പുതിയതായിട്ട് വരുന്ന ഒത്തിരി വ്യക്തികളും എന്ത് മിസ്റ്റേക്കാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ട്രേഡിങ്ങിലോട്ട് പെടും. ട്രേഡിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ലൈക്ക് T20 ക്രിക്കറ്റ്, ഹിറ്റ് ഔട്ട് ഓർ ഗെറ്റ് ഔട്ട്. അപ്പോൾ ഈ ട്രേഡ് ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങിക്കും, 5 മിനിറ്റ്, 10 മിനിറ്റ്, 1 മണിക്കൂർ അല്ലെങ്കിൽ ഇന്ന് തന്നെ വിൽക്കാൻ നോക്കും.
അല്ലെങ്കിൽ ഇന്ന് വാങ്ങുന്നു നാളെ വിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് വാങ്ങുന്നു അടുത്ത ആഴ്ച വിൽക്കുന്നു. അതായത് അവരുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നു, യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നു, അവിടെ ആരൊക്കെ എന്തൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു അത് വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കുന്നു. സോ ഇറ്റ് ഈസ് എ വെരി റിസ്കി സ്ട്രാറ്റജി. എസ്പെഷ്യലി നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന നോളജ് ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ നഷ്ടത്തിലേ അത് അവസാനിക്കത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലോങ് ടേം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാം ഈ 10 കൊല്ലം മുൻപ് ഇല്ലാത്ത 2 കമ്പനികളായിരുന്നു സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ. സോ സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോയുടെ ബിസിനസ് എന്താ? നമുക്കൊരു ഭക്ഷണം വേണമെങ്കിൽ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു, ആൻഡ് ഫുഡ് നമ്മുടെ വാതിക്ക് ഡെലിവർ ചെയ്യുന്നു. സോ വരും വർഷങ്ങളിൽ നമ്മളൊന്ന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തികൾ സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗിയുടെ സർവീസസ് ഉപയോഗിക്കുകയോ ഇല്ലയോ? ആൻഡ് ദി ആൻസേഴ്സ് മോർ ആൻഡ് മോർ പീപ്പിൾ വിൽ യൂസ് സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ. നമ്മൾ 10 കൊല്ലം മുൻപ് Paytm ഇല്ലായിരുന്നു. ടുഡേ മോർ ആൻഡ് മോർ പീപ്പിൾ ആർ യൂസിങ് Paytm. സോ ഒരു ഇൻവെസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വളരാൻ ചാൻസും പ്രോഫിറ്റ് വർദ്ധിക്കാനും ചാൻസുള്ള കമ്പനികളുടെ ഷെയർസ് ചൂസ് ചെയ്യുന്നു. കറക്റ്റ് സമയത്ത് ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്നു. ആ കമ്പനി പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. ആൻഡ് ആ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു. യു വിൽ മേക്ക് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ MRFൻ്റെ കേസ് പറഞ്ഞിരുന്നു. സോ ഒരു ട്രേഡ് ചെയ്യുന്ന വ്യക്തിയോട് MRFൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം 100% ഷുവർ 99% പറയും ഇല്ല എന്ന്. പക്ഷേ MRFൻ്റെ കമ്പനിയുടെ ഷെയർസ് 40 രൂപയ്ക്ക് വാങ്ങിച്ചൊരു വ്യക്തി ഇന്ന് ആ കമ്പനിയുടെ ഷെയർസ് 1.25 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1993 ഇൻഫോസിസ്, ഇന്ത്യയിലുള്ള ഏറ്റവും ഫേമസ് സോഫ്റ്റ്വെയർ കമ്പനി, പബ്ലിക് ഇഷ്യൂ ആയിട്ട് വന്നു. അന്ന് ആ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ വില 95 രൂപയായിരുന്നു. ഒരു 100 ഷെയർ വാങ്ങിക്കണമെങ്കിൽ 9500 രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇന്ന് അതേ 100 ഷെയർ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ആ 9500 rupees is today worth 17 crore, 17 കോടി രൂപയായിട്ട് വളർന്നിട്ടുണ്ട്. സോ നൗ യു നോ, ട്രേഡിംഗ് ആണോ ബെറ്റർ, ഇൻവെസ്റ്റിംഗ് ആണോ ബെറ്റർ? അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഞാൻ ചോദിച്ചു വരുമ്പോൾ. ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ സാറിൻ്റെ വിലയേറിയ തിരക്കിട്ട ഈ സമയത്തിനുള്ളിൽ ഞങ്ങളോട് വന്ന് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ പറഞ്ഞു തന്നതിന് സാറിന് ഒരുപാട് നന്ദി. വീണ്ടും അടുത്ത എപ്പിസോഡിൽ സാറിനോടൊപ്പം നമുക്ക് മീറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.